ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നീതു ഇൻഡോ-ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാനൊരു ഇറ്റാലിയൻ ഡിഷ് കാണിക്കാം. സ്പെഷ്യൽ ഡിഷാണ് ഇവിടുത്തെ ടൊർട്ടല്ലീനി. ഈ പാസ്തയാണ് ടൊർട്ടല്ലീനി പാസ്ത. ഈ പാസ്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാസ്തയ്ക്കകത്ത് ഇറച്ചി വെച്ചേക്കുന്ന പാസ്തയാണ്. ഇത് ഞാൻ ഓൾറെഡി റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. ഞാൻ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഇനി വരുന്ന ചാനലുകളിൽ കാണിക്കാം, എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ് കടയിൽ നിന്ന്. ഈ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ബ്രോത്ത് പ്രിപ്പയർ ചെയ്യണം. ഇതിൽ സ്റ്റോക്ക് എന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല, കാരണം ഇത് നോർമൽ സ്റ്റോക്കിൻ്റെ ഒരു ഇതല്ല ഉപയോഗിക്കുന്നത്. ബ്രോത്ത് എന്ന് പറയാം, അതാണ് കൂടുതൽ അതിന് അനുയോജ്യമായ പേര്. ഓക്കെ, എനിവേ ഈ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ബ്രോത്ത് ഉണ്ടാക്കണം. ആ ബ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ 4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം തന്നെ 4 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ എടുക്കണം. 2 ക്യാരറ്റ് വേണം, 6 ഗ്രാമ്പു വേണം, 7-8 കുരുമുളക് വേണം. പിന്നെ ഒരു മുഴുത്ത പീസ് എല്ലുള്ള ഇറച്ചി വേണം. ബീഫ് എല്ലോട് കൂടിയത്. ഇത് 3 ടൈപ്പിലുണ്ടാക്കും. ഞാൻ പലതരം ഇറച്ചി ഒന്നിച്ചിട്ടുണ്ടാക്കും. അതായത് ചിക്കൻ, മട്ടൻ, ബീഫ് ഇതെല്ലാം കൂടി ഇട്ടുണ്ടാക്കും. പക്ഷേ എനിക്കങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ടൈപ്പ് മാത്രം ഇറച്ചി ഉപയോഗിക്കാൻ. പക്ഷേ മസ്റ്റാണ് ഈ ഇറച്ചി എടുക്കുമ്പോൾ അതിന് എല്ലുണ്ടായിരിക്കണം. അതായത് ഇതിൻ്റെ മാരോയിൽ നിന്ന് സ്ക്യൂസ് ചെയ്ത് ജ്യൂസ് വരണം, എന്നാലേ ഈ ബ്രോത്തിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അഡീഷണലായിട്ട് ഇത് കൂടാതെ 2 കഷ്ണം വെളുത്തുള്ളി വേണം, ഒരു ടൊമാറ്റോ വേണം. അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. ഇത് എനിക്കിഷ്ടമാണ്. ഈ ടൊമാറ്റോ കൂടെ അതിൻ്റെ അകത്ത് ഇടുന്ന ടേസ്റ്റ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. സാലറി വേണം. ഇവിടെ സേതനം എന്ന് പറയും, നാട്ടിൽ സാലറി എന്നാണ് പറയുന്നത്. സാലറി എന്ന് പറയുന്നത്. ഒരു ഞുള്ള മല്ലിയില വേണം, ഒരു മുഴുത്ത ഒണിയൻ വേണം. കാരണം ഈ ഒണിയനാണ് ഇതിനകത്ത് ടേസ്റ്റ് കൂടുതൽ തരുന്നത്. പിന്നെ സ്പൈസസ് ഈ കുരുമുളകും ഇതും ഗ്രാമ്പൂവും അതിന് ഈ സ്റ്റോക്കിന് അല്ലെ ഈ ബ്രോത്തിന് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. അപ്പം നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്, ആദ്യം ഈ 4 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഇവരുടെ രീതി അനുസരിച്ച് 4 ലിറ്റർ വെള്ളത്തിലേക്ക് ആദ്യമായിട്ട് ഈ ഇറച്ചി അങ്ങ് മുഴുവനോടെ ഇടും. ഇവരിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഫുൾ ഇറച്ചി അങ്ങ് ഇടും. കട്ട് ചെയ്തൊന്നുമില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ ബോൺമാരോയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇതിലേക്ക് ഗ്രാമ്പു, കുരുമുളക്, ഈ 2 ക്യാരറ്റ് ഇത് ഇങ്ങനെ തന്നെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തൊന്നുമില്ല, ഇവരിങ്ങനെ തന്നെ അങ്ങ് ഇടും. അതുകൊണ്ട് ഞാനും നിങ്ങളെ കാണിക്കാൻ ഇങ്ങനെ തന്നെ ഇടും. ടൊമാറ്റോ, 2 കൊച്ചു വെളുത്തുള്ളി, എടുത്ത് വെച്ചിരുന്ന ആ സാലറി, കട്ട് ചെയ്ത് വെച്ചിരുന്ന സാലറി കംപ്ലീറ്റ്, ഈ മല്ലി ലീവ്സ്, ഈ ഒരു സവോള മുഴുവൻ, ആവശ്യത്തിന് ഉപ്പൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ. ഇനി ഇതെല്ലാം ഇട്ട ഈ പാത്രം നമുക്ക് ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ച്, ഇതിപ്പോൾ 4 ലിറ്റർ വെള്ളമല്ലേ, അത് നന്നായിട്ട് 1 ലിറ്ററെങ്കിലും മിനിമം റെഡ്യൂസ് ചെയ്യണം. അതായത് കുറയണം, എന്നാലേ ഇതിൻ്റെ അകത്തുള്ള സത്ത് എല്ലാം അതിൽ വെള്ളത്തിൽ വരത്തുള്ളൂ. സ്റ്റോക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ബ്രോത്ത് ഉണ്ടാക്കാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊന്ന് തിളപ്പിക്കാം. ഞാനിപ്പോൾ ഇത് ഗ്യാസിലോട്ട് വെച്ചു. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇത് ആദ്യം തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. ഇത് ഞാനിങ്ങനെ മുഴുവൻ ഇട്ടത് കൊണ്ട് നിങ്ങൾ ഓർക്കല്ല ഇത് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന്. ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെല്ലാ പച്ചക്കറികളും കട്ട് ചെയ്തല്ലേ കണ്ട് നമുക്ക് ശീലം. പക്ഷേ എനിക്കിതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കണ്ട് ഞാനും ഇത് ഇൻട്രസ്റ്റിംഗ്, ഇത് ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ തന്നെയായി ബ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഇടുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടത്. അപ്പം നമുക്കിനി ഇത് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. തിളച്ചിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പുറത്ത് പത വരും, വലിയ കുമ്പളകൾ വരുമ്പോൾ
എനിവേ ആ ഇറച്ചിയിൽ കാണുമല്ലോ നെയ്യുടെ അംശം, അത് നമ്മൾ കോരിക്കളയും. ഇനി നമുക്ക് കാണാം. ഇതിലേക്ക് ഇത് തിളയ്ക്കാൻ വിടും, വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ തിളയ്ക്കാൻ വെച്ച ബ്രോത്ത് നന്നായിട്ട് വെട്ടിത്തിളച്ച് കുറച്ച് വെള്ളം റെഡ്യൂസ് ആയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പം ഇതിൻ്റെ പുറത്ത് കണ്ടോ കുറച്ച് കൊഴുപ്പ് പോലെ ഇങ്ങനെ വരും. അതല്ലെങ്കിൽ കുക്കിംഗ് എടുക്കും. കാരണം അത് അഴുക്കുക നമ്മുടെ ശരീരത്തിന് ചെല്ലുന്ന ഒത്തിരി കൊഴുപ്പ് ഇല്ലാതിരിക്കും, എടുത്ത് മാറ്റുമേ. ഇതിങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അരിപ്പ് വെച്ച് ഇങ്ങനെ അങ്ങ് എടുത്തേക്കണം. മുട്ട എടുക്കണമെന്നല്ല, കുറച്ച്. ഇപ്പം നമ്മൾ വെച്ച ബ്രോത്ത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് വലിയ വലിയ പീസസ് കഴിഞ്ഞ് എടുക്കാം. സ്റ്റോക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഈ ബൗളിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഈ ബ്രോത്ത് റെഡി ആയിട്ടുണ്ട്. ഈ ബ്രോത്ത് വെച്ചാണ് നമ്മൾ ഈ ടൊർട്ടല്ലീനി വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മളിട്ട വെജിറ്റബിൾസിൻ്റെയും മീറ്റിൻ്റെ എല്ലാം ടേസ്റ്റ് ഇതിന് വരും. ഇതിന് ഓൾറെഡി ടേസ്റ്റഡ് ആണ്. അപ്പം നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ഇതിലേക്ക് പകർത്താം. നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇപ്പം ഞാൻ വെച്ചിരുന്ന ബ്രോത്ത് പിന്നെയും തിളച്ചു. നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ടൊർട്ടല്ലീനി അല്ല ഇറച്ചി പാസ്ത, അത് ഞാനിട്ട പേരാണേ, അത് ഇതിലേക്കിടാം വേകാനായിട്ട്. ഈ ടൊർട്ടല്ലീനിയുടെ കുക്കിംഗ് ടൈം 6 മിനിറ്റ്സ് ആണ്. അത് കുക്കിംഗ് ടൈം നമ്മൾ അറിയുന്നത് സാധാരണ അതിൻ്റെ കവറിൻ്റെ പുറത്ത് കാണും. അപ്പം ഇതിനി 6 മിനിറ്റ്സ് ടൈമർ വെക്കുക. ജസ്റ്റ് ഒന്ന് 6 മിനിറ്റ്സ് കൊണ്ട് അത് വേകട്ടെ. തിളയ്ക്കുമ്പോൾ തിളച്ച് വേകട്ടെ. നമ്മൾ ടൊർട്ടല്ലീനി ഇപ്പം വെന്തിട്ടുണ്ട്. അത് ഒത്തിരി സമയം വേവിച്ചാൽ ഇറച്ചി പാസ്ത ആയതുകൊണ്ട് തന്നെ അത് വിട്ടുപോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വെന്ത് റെഡി ആയിട്ടുണ്ട്. അത് കുക്കിംഗ് ടൈം നിങ്ങൾ പ്രത്യേകിച്ച് നോക്കിക്കോണം. കണ്ടോ, ഒരെണ്ണം പോലും പൊട്ടിപ്പോയിട്ടില്ല. ഇനി നമുക്കിത് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളുടെ ടൊർട്ടല്ലീനി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഒരെണ്ണം പോലും പൊട്ടിപ്പോകാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ബ്രോത്ത് കൂട്ടിയാണ് ഇത് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം നമ്മൾ ഇത് കാണുമ്പം ഓർക്കും ഇതിന് സ്പൈസസ് ഒന്നും ഇട്ടില്ലല്ലോ, അപ്പോൾ അതിന് ടേസ്റ്റ് കാണത്തില്ലെന്ന്. അല്ല, ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ഇത് കിട്ടുന്ന രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി കിട്ടത്തില്ലാത്തവർക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് ഞാൻ മുമ്പോട്ടുള്ള വീഡിയോകളിൽ കാണിക്കാം. ഇപ്പം ഇതിൻ്റെ പുറത്ത് സാധാരണ ഇറ്റാലിയൻസ് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഗ്രേറ്റഡ് ചീസ്, ഇവിടെ ചീസിൻ്റെ പാത്രമുണ്ട്, ഇതിൽ നിന്ന് ഞാൻ എടുത്ത് ഗ്രേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിരുന്നു. അപ്പോൾ ഗ്രേറ്റഡ് ചീസ് ഇച്ചിരി ആഡ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. എനിക്ക് മുമ്പോട്ട് നിങ്ങളെ മലയാളി സുഹൃത്തുക്കളെ ഇവിടുത്തെ ഇറ്റാലിയൻ ഡിഷസ് കാണിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു പുതിയ വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എവരിവൺ ടേക്ക് കെയർ. ബൈ ബൈ.